السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. നാം ചെയ്യുന്ന ഇബാദത്തുകൾ അത് പൂർണ്ണമായും കുറ്റമറ്റതായിരിക്കണം. ഒരിക്കലും അല്ലാഹു അല്ലാത്തവർ കാണാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി അവർ ഇവനെക്കുറിച്ച് വലിയ ഇബാദത്ത് ചെയ്യുന്ന ആളാണ്, ധാരാളം നിസ്കാരവും ഖുർആനും മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വൃത്തനാണ് എന്ന് ജനങ്ങൾ പറയണം, ജനങ്ങൾ ചിന്തിക്കണം എന്ന രൂപത്തിൽ ഒരിക്കലും നാം ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അത്തരം ഇബാദത്തുകൾക്ക് സ്വീകാര്യതയില്ല, അതിൻ്റെ പ്രതിഫലം ഒരിക്കലും നമുക്ക് നൽകപ്പെടുകയില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇബാദത്തുകൾ പൂർണ്ണമായും കുറ്റമറ്റതായി തീരണം. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരമാവധി നമ്മുടെ ഇബാദത്തുകൾ അതിൽ ഒരിക്കലും റിയാ കടന്നു വരാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഫർളായ നിസ്കാരങ്ങൾ അതൊരിക്കലും ഒരു വ്യക്തിയും ഒഴിവാക്കാൻ പാടില്ല. അത് പരസ്യമായി തന്നെ നാം നിർവഹിക്കേണ്ടുന്ന ഇബാദത്താണ്. സകാത്ത്, ഹജ്ജ്, നോമ്പ് തുടങ്ങിയ ഫർളായ ഇബാദത്തുകളൊക്കെയും പരസ്യമായി തന്നെ നാം നിർവഹിക്കണം. അതുകൊണ്ട് തന്നെ ഫർളായ നിസ്കാരങ്ങൾക്ക് വേണ്ടി പള്ളികളിൽ നടക്കുന്ന ജമാഅത്തുകളിലേക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ വുളൂ നിർവഹിച്ച് കാൽനടയായി നടന്നു പോകുന്ന ആളുകൾക്ക് വളരെയധികം പ്രതിഫലം നൽകപ്പെടുമെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇഷാഇൻ്റെയും സുബ്ഹിൻ്റെയും ജമാഅത്തുകളിൽ, അതിൽ തന്നെ വെള്ളിയാഴ്ച സുബ്ഹിൻ്റെ ജമാഅത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവകൾക്കൊക്കെ പള്ളിയിലേക്ക് നടന്നു പോവുക എന്നുള്ളത് വളരെയധികം പ്രതിഫലം നൽകപ്പെടുമെന്ന് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. നടക്കാൻ കഴിയാത്തവൻ അവൻ ഞരങ്ങിയാണ് നടക്കുന്നതെങ്കിലും ആ പ്രയാസം സഹിക്കേണ്ടി വന്നാലും അതും സഹിക്കാൻ തയ്യാറാകും. ഈ പറയപ്പെട്ട ഫർള് നിസ്കാരങ്ങൾക്കുള്ള ജമാഅത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് വ്യക്തി അറിഞ്ഞാലെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയതാണ്. എന്നാൽ സുന്നത്തായ നിസ്കാരങ്ങൾ അവരവരുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് റിയാ കടന്നു വരാൻ പാടില്ല. നാലാളുകൾ കാണുമ്പോൾ അറിയാതെ നമ്മൾ ചിന്തിക്കാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആളുകൾ കണ്ട് എന്നെ കുറിച്ച് നല്ലത് പറയണമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നുപോയാൽ അതോടെ നമ്മുടെ ഈ ഇബാദത്തുകളൊക്കെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം, സ്വലാത്തുർ റജുലി തതവ്വുഅൻ ഹൈസു ലാ യറാഹു നാസു തഅദിലു സ്വലാത്തുഹു അലാ അഅ്യുനിൻ നാസി 25. ജനങ്ങൾ, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സുന്നത്തായ നിസ്കാരങ്ങൾ അദ്ദേഹം നിർവഹിക്കുന്നു, ജനങ്ങളതൊന്നും കാണുന്നില്ല. ആ രൂപത്തിൽ സ്വന്തം വീട്ടുകളിൽ വെച്ച് അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ചൊക്കെ ജനങ്ങൾ കാണാതെ ആത്മാർത്ഥമായ മനസ്സ് പൂർണ്ണമായും അല്ലാഹു ലയിപ്പിച്ചുകൊണ്ട് റബ്ബിനെടുക്കുന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അത് 25 ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ഇബാദത്താണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫളു സ്വലാത്തുർ റജുലി ഫീ ബൈതിഹി അലാ സ്വലാത്തിഹി ഹൈസു യറാഹു നാസു കഫദിൽ മക്തൂബത്തി അലൻ നാഫിലത്തി. ജനങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടി സ്വന്തം വീട്ടിൽ വെച്ചുകൊണ്ട് സുന്നത്തായ നിസ്കാരം നിർവഹിക്കുക എന്നുള്ളത് അത് ഫർള് നിസ്കാരത്തിൻ്റെ പ്രതിഫലം ഈ സുന്നത്തായ നിസ്കാരങ്ങൾക്ക് അദ്ദേഹത്തിന് നൽകപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെയൊക്കെ പുറമെ നമ്മുടെ വീടുകൾ ഒരിക്കലും ഇബാദത്തുകളെ തൊട്ട് മുടക്കപ്പെടുന്ന വീടുകളാകാൻ പാടില്ല. നമ്മുടെ വീടുകൾ വിശുദ്ധ ഖുർആൻ ഓതുന്ന വീടുകളാകണം, നിസ്കാരങ്ങൾ നിർവഹിക്കപ്പെടുന്ന വീടുകളാകണം, മറ്റു സൽക്കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന വീടുകളാകണം. അങ്ങനെ ഒരിക്കലും ഖബർ പോലെ ഇബാദത്തുകൾ ചെയ്യപ്പെടാത്ത വീടുകളാവാൻ പാടില്ല എന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്ന എല്ലാ അഅ്മാലുകളും കുറ്റമറ്റ രീതിയിൽ റിയാ ലോകമാന്യം കടന്നു വരാത്ത രൂപത്തിൽ നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.